എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് 2017 തുടങ്ങി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളോട് അനുബന്ധിച്ച് പ്രൈവറ്റ് മേഖലയിലുള്ള തൊഴിൽ കുട്ടികൾക്ക് ആളുകൾ ജോബ് സീക്കേഴ്സിന് കൊടുക്കാനായിട്ട് സൗകര്യപ്പെടുമാറ് ഒരു സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരാണ് എംപ്ലോയബിലിറ്റി സെന്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം കേരളത്തിൽ 14 ജില്ലകളുണ്ട് അല്ലേ? 14 ജില്ലകളിലും 11 ജില്ലകളിലും നമുക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളോടനുബന്ധിച്ച് ഒരു എംപ്ലോയബിലിറ്റി സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന 3 പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തൊഴിൽ ലഭിക്കുന്നതിന്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് തൊഴിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുക എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഒന്ന് നിർണ്ണയിച്ച് നിങ്ങൾക്ക് തരുന്നു, നിങ്ങളെ മനസ്സിലാക്കി തരുന്നു, നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നു. അതിനെ തുടർന്ന് നിങ്ങൾക്ക് ഒരു തൊഴിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശേഷികൾ നേടാൻ, സ്കില്ലുകൾ നേടാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് തരുന്നു. ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ കൂടെ അല്ലെങ്കിൽ ധാരാളം തൊഴിൽ മേളകൾ നടത്തുന്നുണ്ട്. നമ്മുടെ ആ രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ചെറിയ ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 രൂപയാണ് ഫീസ്. വൺ ടൈം ഫീസാണ്. ഒരിക്കൽ നിങ്ങൾ 250 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് സെന്ററുകളിൽ നടത്തപ്പെടുന്ന തൊഴിൽ മേളകളിൽ അല്ലെങ്കിൽ എംപ്ലോയർമാർ ഇന്റർവ്യൂവിൽ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട്, തൊഴിൽ ലഭിക്കാനായിട്ടുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. ഇത് വൺ ടൈം രജിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞത് കൂടാതെ ഇപ്പൊ നിങ്ങൾ നോക്കുക, അപ്പൊ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വിവാഹശേഷം മറ്റ് ജില്ലകളിലേക്കൊക്കെ മാറി പോകാൻ സാധ്യതയുണ്ട് അല്ലെ? അല്ലെങ്കിൽ ആൺകുട്ടികളായാലും ഒക്കെ മാറി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാലും ഇവിടെ ചെയ്ത ഈ 250 രൂപയുടെ രജിസ്ട്രേഷൻ കൊണ്ട് കേരളത്തിൽ എവിടെയും നടത്തപ്പെടുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നടത്തുന്ന തൊഴിൽ മേളകളിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒരു രേഖയോ ഡോക്യുമെന്റ് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. 250 രൂപ കൈപിടിച്ച് വന്നാൽ മതി. പിന്നെ നിങ്ങളുടെ ആധാർ നമ്പറും ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മൊബൈൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നമ്മുടെ ബയോഡാറ്റ ഫോം ഫില്ല് ചെയ്യാൻ നേരത്ത് നമുക്ക് ആവശ്യം വരും. ഇത്രയും മാത്രം കാര്യങ്ങളെ വേണ്ടു. Thumbs up.